देश का सबसे बड़ा संवैधानिक पद है। आप देख सकते हैं तस्वीरें अपनी टीवी स्क्रीन पर। പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്നു മുതലാണ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്നു മുതലാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷമാണ് സാമ്പത്തിക സർവേ സഭയുടെ മേശപ്പുറത്ത് വെക്കുക. നാളെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ഫേസ് ഫെബ്രുവരി 13 വരെയാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയാകും പ്രധാനമായും ഘട്ടത്തിലുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. ബജറ്റ് സമ്മേളനം സുഗമമായി നടത്താൻ എല്ലാ പാർട്ടികളുടെയും പിന്തുണ ഇന്നലെ ചേർന്ന ഈ പറയുന്ന സർവകക്ഷി യോഗത്തിൽ അഭ്യർത്ഥന നടത്തുന്നുണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷതയിലായിരുന്നു സർവകക്ഷി യോഗം ചേർന്നത്. ഈ പറയുന്ന വഖഫ് ബില്ലടക്കമുള്ള വിവാദ ബില്ലുകൾ ഈ സമ്മേളനകാലങ്ങളിൽ വരും എന്നതാണ് കരുതപ്പെടുന്നത്. ഈ സമ്മേളനകാലത്ത് തന്നെ വരും എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നതുകൊണ്ട് ഇത് സവിശേഷമായ ഒരു സമ്മേളന കാലയളവാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്യാം. വിനിത വിജയ് ഒരുങ്ങണം വച്ചിരുന്നു. വിനിത, ഇരു സഭകളെയും രാഷ്ട്രപതി അല്പസമയത്തിനും തന്നെ അഭിസംബോധന ചെയ്യുകയല്ലേ? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അതിന്റെ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരമ്പരാഗത രീതിയിൽ രാഷ്ട്രപതി വരുന്നു. ഒപ്പം തന്നെ കുതിര കൊണ്ടുള്ള വണ്ടിയിൽ കയറി സല്യൂട്ട് സ്വീകരിച്ച് പാർലമെന്റിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാർലമെന്റിലേക്ക് എത്തിയതിനു ശേഷം ഇരു സഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷം നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും. ഇത്തവണ 2 ഘട്ടങ്ങളായാണ് ഈ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്നത്. ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി അല്പസമയം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ രൂപം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായാൽ നമുക്ക് വ്യക്തമാണ്. രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭാ ചേംബറിലേക്ക് എത്തി ഇരു സഭകളെയും അഭിസംബോധന ചെയ്യുന്നതോടുകൂടിയായിരിക്കും ഈ ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അത് ഇരു സഭകളുടെയും മേശപ്പുറത്ത് വയ്ക്കും. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക. പിന്നീട് നാളെ രാവിലെ 11 മണിക്കാണ് 2025-26 വർഷത്തെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ഈ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ഫെബ്രുവരി 3, 4 തീയതികളിലായിരിക്കും നടക്കുന്നത്. രാജ്യസഭയിൽ അത് 3 ദിവസമായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ സമ്മേളനത്തിന് മുൻപായി തന്നെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മഹാലക്ഷ്മി ശ്ലോകം ചൊല്ലിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നുവെന്ന പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബജറ്റ് പുത്തൻ ദിശയും ഊർജവും പകരുന്നതായിരിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തിനടക്കം ബജറ്റിൽ വലിയ പ്രതീക്ഷകൾ പ്രധാനമന്ത്രി നൽകുന്നുണ്ട്. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതായിരിക്കും ഈ ബജറ്റ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഈ ബജറ്റ് സമ്മേളനത്തിൽ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 16 ബില്ലുകളടക്കം സമ്മേളനത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിവാദമായിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ലടക്കം ഈ സമ്മേളനത്തിലുണ്ടാകും. മധ്യവർഗത്തെ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വളർച്ചയെ വേഗത്തിൽ നയിക്കുന്നതായിരിക്കും ഈ ബജറ്റ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. യുവാക്കളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഒപ്പം തന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ സ്ത്രീ ശാക്തീകരണത്തിനും സർക്കാർ പ്രാധാന്യം നൽകുമെന്നും പറയുന്നുണ്ട്. ബജറ്റ് അവതരണത്തിന് മുൻപുണ്ടാകുന്ന ചില വ്യാജ പ്രചരണങ്ങൾ അത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി വിദേശത്ത് നിന്ന് വ്യാജ പ്രചരണങ്ങൾ ഇത്തരത്തിലേക്ക് സൃഷ്ടിക്കപ്പെടുമായിരുന്നു. പക്ഷേ അത് ഇത്തവണ ഉണ്ടായിട്ടില്ല. അത് ആശ്വാസകരമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുള്ളത്. സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം കൂടി വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യ മികച്ച രീതിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിന് മുന്നോടിയായി രാഷ്ട്രപതി ലോക്സഭയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ തത്സമയം കാണാൻ കഴിയുന്നത്. ഹാഷ്മി.
രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടത്. കുറേയധികം കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പ്രേക്ഷകർ കേട്ടു. സഭാ നടത്തിപ്പിൽ പ്രതിപക്ഷ പിന്തുണ തേടുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വരും എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അർത്ഥത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കേന്ദ്ര ബജറ്റ് എന്നതിനപ്പുറം തന്നെ പ്രാധാന്യമുള്ള ഒരു സഭാ സമ്മേളന കാലയളവാണ് ഇത്.